കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, 29 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു സിനഗോഗയിൽ നിന്ന് ഇറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ സിമിയോൻ്റെയും അന്ത്രയോസിൻ്റെയും ഭവനത്തിലെത്തി. സിമിയോൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു. അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവളെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികൾക്കെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജനസ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശിമിയോനും കൂടെയുണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകാം. അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലയിലുടനീളം സഞ്ചരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട ആദ്യ വായന ഹെബ്രായ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയൊക്കെ പറഞ്ഞു പോകാറുള്ളൊരു കാര്യമാണ്, എന്നെ ആര് മനസ്സിലാക്കുന്നു, ആരാണ് എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ളത്. അങ്ങനത്തെ സംസാരങ്ങളൊക്കെ നമ്മൾ പൊതുവായിട്ട് കേൾക്കാറുള്ളതാണ്. പക്ഷെ ഒരു കാര്യം കർത്താവ് ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശു സഹിച്ചവനായതുകൊണ്ടും പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയവനായതുകൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മെ മനസ്സിലാക്കാൻ പറ്റും, സഹായിക്കാൻ പറ്റും. വീട്ടുകാർ നമ്മെ മനസ്സിലാക്കുന്നില്ലെങ്കിലും കർത്താവ് നമ്മെ മനസ്സിലാക്കും. നാട്ടുകാർ നമ്മെ സഹായിക്കുന്നില്ലെങ്കിലും കർത്താവ് നമ്മെ സഹായിക്കും എന്നുള്ള ആ ഒരു സന്ദേശമാണ് നമുക്ക് ഇവിടെ ലഭിക്കുക. മറ്റൊരു കാര്യം, യേശു നമുക്ക് നേടിത്തന്ന ഒരു കാര്യം, അതും ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. മരണത്തിൻ്റെ മേൽ അവൻ വിജയം വരിച്ചു. അതിനാണ് മനുഷ്യാവതാരം ചെയ്ത ദൈവം. യേശു മനുഷ്യരൂപത്തിൽ വന്നത് മനുഷ്യരായ നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയും അങ്ങനെ നമ്മുടെ നേർക്ക് വന്നിരിക്കുന്ന മരണത്തിൻ്റെ മേൽ വിജയം വരിക്കാനും വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്നലകളിലെ പാപം മൂലം വരാവുന്ന മരണം, അതേക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് മരണത്തിൻ്റെ മേൽ വിജയം വരിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യത്തോടുകൂടി അവനിൽ വിശ്വസിച്ചാൽ നമുക്കും മരണത്തിൻ്റെ മേൽ വിജയം വരിക്കാൻ പറ്റും. മൂന്നാമതൊരു കാര്യം കൂടി കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇന്നത്തെ ആദ്യ വായന നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. യേശു നമുക്ക് നിത്യജീവൻ്റെ കവാടം തുറന്നു തന്നു. മരണത്തെ പരാജയപ്പെടുത്തി ഒപ്പം നിത്യജീവൻ്റെ കവാടം നമുക്ക് തുറന്നു തന്നു. ഈ നിത്യജീവൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം അവിടെ എത്താൻ പറ്റും. യോഹന്നാൻ്റെ സുവിശേഷം 3:16 നമ്മൾ വായിക്കുന്ന അതാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകത്തില്ല, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ് തൻ്റെ ഏകജാതനെ പോലും ദൈവം നമുക്ക് നൽകിയത്. പറയുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്നും വിശ്വസിക്കുക, അതനുസരിച്ച് നമ്മൾ ജീവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ബാക്കി ദൈവം നമുക്കായിട്ട് ചെയ്തു തരും എന്നുള്ളത് ഇന്നത്തെ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ ഇന്നത്തെ സുവിശേഷ ഭാഗവും 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു നാണയത്തിൻ്റെ 2 വശം പോലെ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനവും. രണ്ടും വേണം. അത് ചെയ്ത യേശു നമുക്കൊരു മാതൃകയായി മാറിയത് നമുക്ക് കാണാൻ പറ്റും. ലൂക്കാ സുവിശേഷം
21:37 എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. പകൽ മുഴുവൻ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത യേശു രാത്രികാലം അവന് മലമുകളിലേക്ക് കയറി പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. പ്രാർത്ഥനയും മിനിസ്ട്രിയും ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ കൊണ്ടു നടന്ന ഒരു വ്യക്തിയാണ് യേശു എന്ന് നമുക്കറിയാം. നമ്മൾ കാണുന്ന ഒരു അത്ഭുതകരമായ കാര്യം സംഭവിച്ചു. പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പനി ശാസിച്ചു മാറ്റി. അത് കഴിഞ്ഞ് ഒരുപാട് ആളുകൾ രോഗികളെ കൊണ്ട് അവൻ്റെ അടുത്ത് വന്നു. അവർക്കെല്ലാം വേണ്ട സൗഖ്യം കൊടുത്ത് അതെല്ലാം കഴിഞ്ഞ് കർത്താവ് ചെയ്തൊരു കാര്യം, നേരെ മലമുകളിലേക്ക് പോകുന്നു, അവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നു. നമ്മളാണേലും വീട്ടിലൊരു കല്യാണം നടക്കാനുണ്ടെങ്കിൽ അതിന് മുമ്പ് വരെ നന്നായിട്ട് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് 2 ദിവസമെങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കും. കാരണം കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു. ഇവിടെ നമ്മൾ കാണുകയാണ് യേശു അവിടെ ഇതെല്ലാം കഴിഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞിട്ട് യേശു ചെയ്തൊരു കാര്യം, നേരെ മലമുകളിലേക്ക് പോയി പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പും പിമ്പും പ്രാർത്ഥന. മുമ്പ് ഒരുക്ക പ്രാർത്ഥന, അതിനുശേഷം ദൈവത്തിന് നന്ദി പറഞ്ഞുള്ള പ്രാർത്ഥന. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല, മൂന്നാമതൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കാണാൻ സാധിക്കും. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ യേശു പ്രാധാന്യം കൽപ്പിച്ചത് രോഗസൗഖ്യത്തിനൊന്നുമല്ല. യേശു പ്രാധാന്യം കൽപ്പിച്ചത് ദൈവരാജ്യത്തിനാണ്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ആ സന്ദേശം സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത്. ഇന്ന് നമ്മളൊക്കെ ഓർഡർ പാലിച്ചാണോ ജീവിതത്തിൽ മുമ്പോട്ട് പോകാറുള്ളത്? സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെ ആദ്യ ഭാഗം മുഴുവൻ ദൈവം, ദൈവരാജ്യം. 2ാം ഭാഗത്താണ് അന്നന്ന് വേണ്ടുന്ന ആഹാരം. നമ്മൾ വാതുറക്കുമ്പോഴേ അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടിയാണോ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രാർത്ഥിക്കുന്നത് മാത്രമേ നമുക്കുള്ളൂ? അതോ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനും ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തയുള്ളവരാകാനും അവിടെ എത്തണമെന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? മാത്രമല്ല, നമ്മുടെയൊക്കെ ശ്രദ്ധ ചിലപ്പോൾ പെട്ടെന്ന് മാറിപ്പോയെന്ന് വരും. ഇത്രയും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിച്ചതുകൊണ്ട് അതിൻ്റെ കുളിരനുഭവിച്ച് ജനക്കൂട്ടത്തിൽ തന്നെ ഇരുന്നേക്കാം എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണമെങ്കിൽ വരാവുന്നതേ ഉള്ള മാനുഷികമായൊരു ചിന്ത. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യേശുവിനെ ഭരിച്ചില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കഴിഞ്ഞത് നേരെ മലമുകളിലേക്ക് പിൻവാങ്ങുന്നത് കാണാൻ പറ്റും. പത്രോസ് ഓടി നടക്കുകയായിരുന്നു. ഇതവിടെ പോയി യേശു. ഇപ്പം നല്ല റേഞ്ച് കിട്ടുന്ന സമയമാണ്. യേശു അവിടെ പോയി. അവസാനം അവനെ കണ്ടെത്തിയപ്പോൾ അവൻ പറഞ്ഞു, ഇതേ ആൾക്കാരെല്ലാം നിന്നെ അന്വേഷിക്കുകയാണ് കേട്ടോ, ഒരു ഷെയ്ക്കാൻഡ് തരാൻ, ഒരു നല്ല വാക്ക് പറയാൻ വേണ്ടി നിന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ എന്നാൽ അങ്ങോട്ട് പോയേക്കാം എന്നല്ല യേശു പറഞ്ഞത്, നമുക്ക് അടുത്ത ഗ്രാമത്തിലേക്ക് പോകാം. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. ഞാൻ വന്നത് ഫേമസ് ആകാൻ വേണ്ടിയല്ല. ഞാൻ വന്നത് ആളുകളുടെ ഷെയ്ക്കാൻഡ് വാങ്ങിക്കാൻ വേണ്ടിയല്ല. ഞാൻ വന്നത് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാനാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അടുത്ത പട്ടണത്തിലേക്ക് അല്ലെ ഗ്രാമത്തിലേക്ക് പോകാം. ഇങ്ങനെയൊക്കെ എന്നായിരിക്കും നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുക? ഈ ലക്ഷ്യബോധത്തോടെ നിശ്ചയദാർഢ്യത്തോടെ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്തേണ്ടിടത്ത് എത്തി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.